അയ്യോ ഇത് കണ്ടത് എത്ര സാധാരണ നമ്മള് 2 അല്ലേ കെട്ടുന്നത്? 6 കെട്ട്. റോഡ് വെട്ടിയിരിക്കുന്ന പോലെ. ഇവിടെ 3 കെട്ട്, ഇവിടെ ഒരു 3 കെട്ട്. ഈ ഞാൻ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോയേക്കുന്ന സമയം എടുത്ത് ഈ ആഫ്രിക്കൻസ് ഇല്ലേ, എത്ര സമയം വേണം അത്? ചെറുതായിട്ട് മെടഞ്ഞിടും. എനിക്ക് തോന്നുന്നു 10 മണിക്കൂറെങ്കിലും. എനിക്ക് തോന്നുന്നു അവരാ മെടഞ്ഞിടുന്നവർ മിക്കവാറും 1 മാസത്തോളം അങ്ങനെ വെക്കുന്നുണ്ട്. അല്ലല്ല, കുളിക്കില്ല. 1 മാസമല്ല, അത് കൊറേ. അതെ, 1 മാസമല്ല, അവര് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ മെടഞ്ഞിട്ട് അത് കൊറേ വർഷം അങ്ങനെയൊക്കെ വെക്കും. പൊടി അപ്ലൈയും പിന്നെ മാത്രമല്ല ഒരു ത്രെഡും കൂടി വെച്ച് മിക്സ് ചെയ്യും. വളരെ കറക്റ്റ് ആയിട്ട് ഏതോ ഒരു ആഫ്രിക്കൻ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഇന്ത്യൻസ് അതുപോലെ ചെയ്യാറുണ്ട്. ബാസിസ്റ്റ് ബാസ് ഗിറ്റാർ വായിക്കുന്ന മോഹിനി ഡേ ഉണ്ട്. മോഹിനി ഡേ അതെ, റഹ്മാൻ സാറിന്റെ ഒക്കെ ഗ്രൂപ്പിൽ വായിക്കാറുണ്ട്. ആ മോഹിനി ഡേ എപ്പോഴും ഇതുപോലെ മുടി മെടഞ്ഞിടും, ആഫ്രിക്കൻ സ്റ്റൈലില്. ഇന്ന് ഡബിൾ സുന്ദരിയായില്ല. ആര്? ഞാൻ പിന്നെ പറയാം. സന്തോഷായി. മീനുട്ടി ചേച്ചി, അയ്യോ നമ്മളെയൊക്കെ പറയുമ്പോ മീനുട്ടി ചേച്ചി പറയണോട്ടോ. പക്ഷെ എന്നാലും ഇതില് ഡബിൾ ഒരാൾക്കേ മാത്രമേ ഉള്ളൂ. അതെ, പക്ഷെ മീനുട്ടി കലക്കിട്ടുണ്ട് കാണാൻ. ഞങ്ങൾക്ക് അറിയേണ്ടത് മീനൂട്ടിയുടെ ഭാവി എന്താണ്? റിസൾട്ട് വന്നിട്ട് എനിക്കും തീരുമാനിക്കാൻ. ഡിഗ്രി സെക്കൻഡ് ഇയറിലേക്ക് ആവുമല്ലോ, മറ്റേ പരീക്ഷ എഴുതിയെടുത്താൽ മതിയല്ലോ തോറ്റാൽ. അതെന്തായാലും ആവുന്നേ, പക്ഷെ നമ്മള് തോക്കത്തില്ല മതങ്ങളെ. മീനുട്ടി ബുദ്ധിമതിയല്ലേ? പിന്നെ ഞാൻ പിന്നെ പണ്ടേ വൃന്ദിന്റെ സൗന്ദര്യവതിയും ബുദ്ധിമതിയും മതി മീനൂട്ടിയുടെ പ്ലസ് പോയിന്റ് എന്താന്ന് പറയട്ടെ. ഇനി അഥവാ തോറ്റാൽ തന്നെ തോറ്റു മീനൂട്ടി വിശ്വസിക്കില്ല. വിശ്വസിക്കില്ല. പ്ലസ് ടു ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളൊക്കെ വിചാരിച്ചു മീനൂട്ടിക്ക് മുട്ടയായിരിക്കുന്നു. നോക്കുമ്പോ എല്ലാത്തിനും A+. ഞാൻ മൊത്തം മാർക്കുമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ പരീക്ഷയുടെ പേപ്പറിൽ അനുനയ ബ്രാക്കറ്റിൽ മീനൂട്ടി എഴുതിയിരുന്നു. ഞാൻ ടോപ്പ് സിംഗറിൽ ഹായ് പറയിപ്പിക്കാന്നൊക്കെ. അങ്ങനെ ഒരു പേരുണ്ടല്ലേ അങ്ങനെ അത് മാർക്കിട്ട ടീച്ചർമാരെ ടോപ്പ് സിംഗർ. ഇല്ല അതൊന്നും ഇല്ല, സത്യസന്ധമായിട്ടാ ഞാൻ എഴുതിയ. അതെ, പിന്നെ MG സാറിന്റെ യൂണിവേഴ്സിറ്റി ആണല്ലോ, അതുകൊണ്ടൊരു ആശ്വാസം. പാട്ട് കേട്ടാലോ? ഏത് പാട്ടാ പാടുന്നേ തപ്സിക്കുട്ടി? പാലാണ് തേനാണ് കൽബിലെ പൈങ്കിളി പഞ്ചാര കുഴമ്പാണ് സൈനവ പഞ്ചാര പാൽ. അയ്യോ മതി, പോണേ. ഡീറ്റെയിൽസ് ഒന്നും. അതെ, സിനിമ ഉമ്മ. സിനിമയോ? എന്താ സിനിമ ഉമ്മ? സിനിമ. ഓക്കെ, സിനിമ ഉമ്മ. ഓക്കെ. പാടിയത് AM രാജാ സാറ്. ഓക്കെ. എഴുതിയത് P ഭാസ്കരൻ മാഷ്. വെരി ഗുഡ്. മിടുക്കി. മ്യൂസിക് MS ബാബുരാജ് സാറ്. വെരി ഗുഡ്. വൃഷം. ഓക്കെ. 1960. 1960. ഓക്കെ, തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. All the best. Thank you. പാലാണ് തേനാണ് കൽബിലെ പൈങ്കിളിക്ക് പഞ്ചാര കുഴമ്പാണ് നീ എൻ സൈനബ പഞ്ചാര പാൽ കുഴമ്പാണ് നീ. പാലാണ് തേനാണ് കൽബിലെ പൈങ്കിളിക്ക് പഞ്ചാര കുഴമ്പാണ് നീ എൻ സൈനബ പഞ്ചാര പാൽ കുഴമ്പാണ് നീ.
വെരി ഗുഡ് തപസിക്കുട്ടി, വെരി ഗുഡ്, വെരി ഗുഡ്. തപസിക്കുട്ടി, എന്തോ hey തപ്സി, how are you? എന്താ ചിരിച്ചേ? ചിരി കാണാൻ നല്ല രസമുണ്ടല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിൽ പോയി. ആ, നാട്ടിന്ന് ഗിരീഷ് മാമൻ കീബോർഡ് തന്നു. കീബോർഡോ? ആ ഗിരീഷ് മാമനോ? അതാരാ? ആ അതെ. അത് മാമൻ ഗിരീഷ് മാമൻ ഒരു മാമൻ കീബോർഡ് ഒക്കെ തന്നു. എന്റെ ദൈവം. കീബോർഡ് തന്നു. കീബോർഡ് പഠിക്കുവോ? ആദ്യം ഈ വിരല്, പിന്നെ 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 വിട്ടിട്ട് പിന്നെ ഈ വിരല്, കാല്. ഇതെങ്ങനെ പഠിച്ചു? പിന്നെ കാലെടുക്കും. ഈ വിരല്, പിന്നെ ഈ വിരല്, മതി, മതി. ആ, ഇതിപ്പോ എത്ര വിരലാ? എന്താ ഇപ്പൊ 50 തീരാത്ത? വിരലായി. ഇപ്പൊ 50 വിരലായി. ഇതാരാ പഠിപ്പിക്കണേ? ഗിരിശ്വാമ ഇടക്കിടക്ക് പഠിപ്പിക്കും. പിന്നെ എപ്പോഴും വാങ്ങയ്യ, കുറച്ച് ദൂരാണ്. ഓ അത് ശരി. ഇടക്കിടക്ക് ഞാൻ ഇത് മാത്രമായിട്ട് പഠിക്കും. ഇത് ഓ ഓക്കെ ഓക്കെ, ഫിംഗർ മാത്രം നോക്കിട്ട് അല്ലേ? ഓക്കെ ഓക്കെ. യൂട്യൂബിൽ നോക്കി പഠിക്കുവോ? യൂട്യൂബിലല്ലേ, ഞാൻ എന്നെ പഠിക്കില്ല സ്വന്തമായിട്ട്. ഓ വളരെ മിടുക്കിയാണല്ലോ. പിന്നെ കീബോർഡും പിന്നെ എന്തൊക്കെ കിട്ടി? കീബോർഡ്, പിന്നെ 2 ഡ്രസ്. എല്ലാം ഗിരീഷ് മാമനാണ് മേടിച്ചത്. ഡ്രസ്സാണോ ഇത്? ഡ്രസ് അവിടെ പേഴ്സ് ഉണ്ട്. എന്താ? പേഴ്സ്. സ്പോർട്സാ? ആ ഓക്കെ. സ്പോർട്സ് കടയിൽ നിന്ന്. ചേച്ചിമാര് തന്നത്. ചുരുക്കം പറഞ്ഞ താപസിക്കുട്ടിക്ക് ഓരോ ആഴ്ച അതെ, എന്തുമാത്രം ഗിഫ്റ്റുകളാ കിട്ടണേ. പിന്നെ മിഠായി തന്നു. ആഹാ. പിന്നെ പുതിയ ഫ്ലക്സ് വെച്ചാ? ഫ്ലക്സ് ഉണ്ടോ അറിയില്ല. അല്ല, ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാ പാട്ട് പഠിക്കണേന്ന്. ആ അതിനൊക്കെ സമയം കിട്ടണ എവിടെയാ? കീബോർഡ് പഠിക്കണം, പ്രോഗ്രാമിന് പോകണം. ഈ പാട്ട് പഠിച്ചത് ഞാൻ ഇവിടുന്നാണ്. ഇവിടെ തന്നെയാണ് പഠിച്ചേ? അവിടുന്നല്ല, ആരാ പഠിപ്പിച്ചേ? അമ്മ. അല്ലാതെ ആരാ ഓ, പഠിപ്പിച്ചത്? അമ്മ പാട്ട് പാടുവോ? കേട്ടില്ലേ? ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങള് കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. എനിക്കൊന്ന് കേൾക്കണം എന്നുണ്ട്. ഞാൻ ഇല്ലാത്ത സമയത്ത് അമ്മ പാടിയെന്ന് തോന്നുന്നു. ഞാനും ഇല്ലായിരുന്നു. അന്ന് അമ്മയുടെ പാട്ടൊന്ന് കേൾക്കാല്ലേ? ജസ്റ്റ് 2 ലൈൻ. അമ്മ പാട്. അമ്മയുടെ പേരെന്താ? രഹന. 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 ഓ ഓക്കെ. അപ്പൊ എന്നാ രഹന ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 ലൈൻ. ഒരു പാട്ട്. അതെ. ശാബാഷ്. നീ കുഞ്ചങ്ങൾ കുളിർ പാട്ടിൽ പകർന്നാടും നേരം എന്നോടേറെ ഇഷ്ടമെന്നാൽ കൃഷ്ണ വീണു പാടി ശാബാഷ്. മിടിക്കാനുള്ള അല്ല പാടിക്കോ. എന്താ നിർത്തിയേ? കണ്ടിന്യൂ കണ്ടിന്യൂ. ഇഷ്ടമെന്നോടേറെ എന്നാൽ മന്ദവേണു ബോധി ഘനശ്യാമവൃന്ദാരണ്യം രാസകേളിയാമം നീ കുഞ്ചങ്ങൾ കുളിർ പാട്ടിൽ പകർന്നാടും നേരം. ആഹാ കൊള്ളാലോ. രഹന നിസ്സാരക്കാരിയല്ലോട്ടാ. വെറുതെ അല്ല തപ്സിക്കുട്ടി ഇങ്ങനെ പാടണേ. വെറുതെ അല്ല, അമ്മയുടെ കഴിവൊക്കെ കിട്ടിയിട്ടുണ്ട്. വളരെ രഹസ്യം ഞങ്ങൾക്ക് മനസ്സിലായത്. അമ്മ പഠിപ്പിക്കുന്നുണ്ടല്ലേ? അമ്മ അതെ അതെ അതാ പറഞ്ഞേ. അമ്മ ഗുരുവും കൂടെയാണല്ലേ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടുണ്ട്. ആണല്ലേ? പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ടോ? ഇല്ല, നാട്ടിലിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട്. ഓ ഓക്കെ അപ്പൊ ഇനി ഓക്കെ. അതും ഒരു ശീലമായി. അമ്മയ്ക്ക് മുഖം കൂടെ പോവാലോ അല്ലേ? അച്ഛൻ പാടുവോ? അച്ഛൻ പാടൂല. അപ്പൊ എന്തായാലും ഇന്നത്തെ പാട്ട് കലക്കി. അതെ. എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ തപ്സിക്കുട്ടി പാടുന്ന കാണാൻ ഒരു ക്യൂട്ട്നെസ് ആണേ അല്ലേ? ക്യൂട്ട്നെസ് ഓവർലോഡഡ്. പിന്നെ നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ മുടി കെട്ടിയേക്കണതൊക്കെ. ഇതൊക്കെ ആരാ കെട്ടി തന്നെ? അത് ഒരു ആന്റി ഇവിടത്തെ ആന്റിയാണോ? ഇപ്പം എപ്പോഴും കൊള്ളാം. ഉണ്ടാവില്ല, ഇന്ന് മാത്രം വന്നത്. ആണോ? ഓക്കെ. ഇന്ന് പുതിയ ആന്റിയാണ് വന്നേക്കണേ. അതാണ് പുതിയ സ്റ്റൈലില്. ഓക്കെ. അത് ഇവിടെ 3 കെട്ട് ഇങ്ങനെ കെട്ടിട്ട് ഇവിടെ 3 കെട്ട്. ഓ അത് ശരി. ഇവിടെ ക്ലിപ്പ് കുത്തിയതാ. അപ്പൊ എല്ലാം പഠിച്ചല്ലോ. ഇനിയിപ്പൊ തന്നെ അതല്ലേ പിള്ളേര് ഇവിടെ പോയി കഴിയുമ്പോഴത്തേക്കും പാട്ട് പാടാൻ മാത്രമല്ല, നന്നായിട്ട് ഒരുങ്ങാൻ പിള്ളേരല്ല. ഞാൻ ഒരുപാട് പിള്ളേരെ കണ്ടിട്ടുണ്ട്. അവര് നല്ല രസമായിട്ട് കണ്ണെഴുതി പൗഡർ ഇട്ട് നന്നായിട്ട്. അയ്യോ, മേക്കപ്പ് ഇതൊന്നും ഇവരാന്ന്, ഞാനല്ല. അല്ല അതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. പിന്നെ അവര് ചെയ്യണത് ഇവിടെ പറഞ്ഞില്ലേ? ഇപ്പൊ ഇവിടെ 3 കെട്ട്, ഇവിടെ 3 കെട്ട് പറഞ്ഞല്ലോ. ഇവിടെ 10 കെട്ടും കെട്ടും. അയ്യോ. അപ്പൊ തപസിക്കുട്ടി എന്ത് രസമായിട്ടാ സൈനബ. പാലാണ് തേനാണ് എൻ കൽബില്, പൈങ്കിളിക്ക് പഞ്ചാര കുഴമ്പാണ് നീ, സൈനബ പഞ്ചാര പാൽ കുഴമ്പാണ്. പാൽക്കുഴമ്പ് പോലെ അങ്ങനെ പാടി തന്നില്ലേ? സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു. തപസിക്കുട്ടി സ്ഥിരമായിട്ട് ഇവിടെ പാടുന്നു, ഭയങ്കര ക്യൂട്ടാണ്, നല്ല എപ്പോഴും ഒന്നും നല്ല അല്ലേ? നമുക്ക് ആ മൈക്ക് പിടിച്ചിങ്ങനെ നിന്ന് ഇങ്ങനെ
ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി പാടുന്ന കാണുമ്പോ തന്നെ നമ്മള് അല്ലേ ഒരു സന്തോഷാണ്. നമ്മൾ എന്താ പറയാ ഫ്ലാറ്റ് ആയി. അതെ. പക്ഷെ ഇന്ന് എനിക്കൊരു ഞെട്ടൽ ഇപ്പോഴും മാറാത്തത് ഇത്ര ഗംഭീരമായ ഒരു പാട്ട് അമ്മയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നേ വരെ നമ്മൾ പാടിപ്പിക്കാത്തതിന് പ്രേക്ഷകർ നമ്മളോട് ഇത് ചോദ്യം ചെയ്യും ഉറപ്പായിട്ടും. പക്ഷെ പാടിയിട്ട് ഒരിക്കൽ പാടിയിട്ടുണ്ട്. അയ്യോ ഒരു പ്രാവശ്യം പാടിയിട്ടുണ്ട്. ഞങ്ങളില്ലായിരുന്നു, ഞാനും പിന്നെ ഇല്ലായിരുന്നു. എന്നാ ഞാനിത് മറന്നുപോയതാ കണ്ട. അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് കേൾക്കാൻ വേണ്ടി. എന്തായാലും ഇത് പക്ഷെ പെട്ടെന്ന് ഞെട്ടിച്ചു കളഞ്ഞു. റീമിക്കൊരു പുതുമ അനുഭവപ്പെട്ടു അല്ലേ? ഞാനെപ്പോഴും ഈ ആ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റില്ലല്ലോ. ഓമനത്തം തുളുമ്പുന്ന ആ മുഖത്തോട്ട് ഞാനിങ്ങനെ നിഷ്കളങ്കമായ മുഖത്തോട്ട് നോക്കി ആസ്വദിച്ചിരിക്കാറുണ്ട്. തപസ് വരുമ്പോഴാണോ അത് സാധിക്കുന്നത്. ഇത്ര നല്ലൊരു പാട്ടുകാരി വെറുതെ ഇല്ല. ഇത്ര നല്ലൊരു കുഞ്ഞിനെ പാട്ട് പാടുന്ന കുഞ്ഞിനെയും കൂടെ കിട്ടിയത്. ഇവിടെ മ്യൂസിക്കൽ വൈഫ് തുടങ്ങാൻ പോകുന്നുണ്ട്. ടോപ്പ് സിംഗർ അല്ല, സോറി, ഫ്ലവേഴ്സില് പോയിനാ. വീണ്ടും വരുന്നുണ്ട്. ഇപ്പോ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മധുചേട്ടനൊക്കെ ഇനി പോവോ? ഞങ്ങളെ വിട്ടിട്ട് പോവോ? ഞാൻ പോവില്ല, ഞാൻ അവിടെയും അങ്ങനെയല്ല, ഞാൻ അവിടെയും ഇവിടെയും പോവില്ല എന്നല്ല, ഞാൻ കുമ്പിടിയാണ്, എവിടെയും കാണും. മോളെ ചക്കര സൂപ്പർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ഓ തപ്സിക്കുട്ടി, ആടിയൊരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ സൂപ്പർ പൂക്കുറ്റി.